ജോസി ഇവിടെ നേരത്തെ പഠിച്ച ഒരു പൂർവ്വ വിദ്യാർത്ഥിയാണ്, ാണ് അങ്ങനെ നമ്മളെ കാണാനായിട്ട് ഒന്ന് വന്നതാണ്. അപ്പൊ 2 വാക്ക് ജോസി പറയുന്നതായിരിക്കും, ആശംസ അറിയിക്കുന്നതായിരിക്കും. എല്ലാവർക്കും നമസ്കാരം. സത്യം പറഞ്ഞാൽ ഞാൻ ഇങ്ങോട്ട് വരാൻ വേണ്ടിയൊന്നും വന്നതൊന്നുമല്ല, ഇതിലെ പാസ് ചെയ്ത് എഫ്എൻഎസിൽ പോകാൻ വേണ്ടി വന്നതാണ് ഞാൻ. അപ്പോൾ ആ കൂട്ടത്തിൽ ജസ്റ്റ് ഒന്ന് കയറിയെന്നേ ഉള്ളൂ. ഇവിടെ എൻ്റെ കൂടെ പഠിച്ചവരൊക്കെ ഉണ്ട്, കുട്ടികളൊക്കെ ആയിട്ട് വന്നിട്ടുണ്ട്. എന്നെ എല്ലാവർക്കും അറിയാമെന്ന് തോന്നുന്നു. ഇത് ജോസി മൊറാനി എന്നാണ്. ഞാൻ 1 മുതൽ 4 വരെ ഇവിടെയാണ് പഠിച്ചത്. അപ്പം എന്നെ അന്ന് ഞാൻ പഠിക്കുമ്പോൾ ഡെയിലി ബേസിന് വന്നതാണ് ഈ ടീച്ചർ. അന്ന് ഞാൻ പഠിക്കുന്ന സമയത്ത് ഡെയിലി ബേസിന് വന്നതാണ് ഒരു ടീച്ചർ. ഇപ്പം ഹെഡ് മാസ്റ്ററായി. ഇന്ന് വരെ മാറ്റമൊന്നും ഉണ്ടായിട്ടില്ല അല്ലേ? ഇത് മാറിയിട്ടില്ലേ? മാറിയിട്ടില്ല. അതാണ്. അപ്പോൾ ടീച്ചർ ഇപ്പോൾ ഇവിടുത്തെ ഹെഡ് മാസ്റ്ററാണ്. അപ്പം അതേ സന്തോഷമുണ്ട്. ഇടയ്ക്ക് ഞാനിവിടെ സ്കൂളിൻ്റെയും ഇതൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞിട്ടൊന്ന് വന്നിട്ടുണ്ടായിരുന്നു. നമ്മളൊക്കെ ഈ ഇവിടെ സ്കൂളിലൊക്കെ കയറാതെ കളയുന്ന ഒരു ടൈമുണ്ടല്ലോ, അത് ലൈഫിൽ ഒരിക്കലും നമുക്ക് മിസ് ചെയ്യാൻ പറ്റാത്തൊരു ഇതാട്ടോ. കാരണം നമ്മളൊക്കെ ഇപ്പം തിരിച്ച് ഒന്നുകൂടെ പഠിക്കണം എന്നുള്ള വലിയ ആഗ്രഹമുണ്ട്. അന്നെങ്കിൽ ടീച്ചറൊക്കെ അടിക്കുമ്പോൾ നമുക്ക് ഭയങ്കര പ്രശ്നമായിരുന്നു. എങ്ങനെങ്കിലും ഇതൊന്ന് കഴിഞ്ഞ് കിട്ടിയാൽ മതി എന്നും പറഞ്ഞ് ഇരിക്കുന്നൊരു ആ ഒരു സമയമാണ്. എല്ലാവരുടെയും അങ്ങനെ ആയിരിക്കുമല്ലോ. അപ്പം അതിൽ നിന്ന് ഇപ്പം ഒന്ന് സ്കൂളിലൊന്ന് കയറിയാലോ, ഒന്ന് പഠിച്ചാലോ, പിന്നെ പഴയ യൗവനം ഒന്ന് തിരിച്ചു കിട്ടിയാലോ എന്ന് ആഗ്രഹിക്കുന്നുണ്ട്. അപ്പം പുതിയ കുട്ടികൾക്കെല്ലാം എല്ലാവിധ ആശംസകളും നേരുന്നു. അതുപോലെ ടീച്ചേഴ്സിനെല്ലാം എല്ലാവിധ പ്രത്യേകിച്ച് രാജ്യത്താൻ എല്ലാ സോഷ്യൽ മീഡിയയിലും എല്ലാ സാമൂഹ്യ പ്രവർത്തനങ്ങളും ഏർപ്പെടുന്ന ആളുകളാണ് ഇതൊക്കെ. അപ്പോൾ എല്ലാവർക്കും എല്ലാവിധ ആശംസകളും നേരുന്നു. ഓക്കെ, താങ്ക് യു. പരിചയപ്പെട്ട ജോസി തന്ന നല്ല വാക്കുകൾക്ക് നന്ദി. അപ്പോൾ ജോസി ഇവിടെ പഠിച്ചതാണ്. അപ്പോൾ ജോസി ഇപ്പോൾ പണ്ടത്തെ പോലെ അടിയോ വഴക്കോ ഒന്നും ഇപ്പോഴില്ല. ജോസിയൊക്കെ പണ്ട് തല്ലി മറ്റേ ഞാനപ്പം ലീവേക്കൻസിയായിട്ട് ഇവിടെ വർക്ക് ചെയ്യുന്നതാണ്. അപ്പം ഞാനൊന്നും അടി അടിക്കത്തില്ല. അപ്പം ലിസ് ടീച്ചറും മറ്റേ വേറെ കുഞ്ഞമ്മ സാർ അങ്ങനെയൊക്കെയുള്ള ആളുകൾ ജോസിയെ പോലുള്ള ആൾക്കാരെ നല്ലോണം തല്ലിയിട്ടുണ്ട്, പിച്ചിട്ടുമുണ്ട്. അത് ഇപ്പോഴങ്ങനെയുള്ള അടിയോ വഴക്കോ ഒന്നും ഇപ്പോഴത്തെ കുഞ്ഞുങ്ങൾ അനുഭവിക്കുന്നില്ല. അത് യാതൊരു തരത്തിലുള്ള പീഡനങ്ങളൊന്നും അവർ എടുക്കുന്നില്ല. ശരിയാണ് ടീച്ചർ പറഞ്ഞു. ഇപ്പൊ പീഡനങ്ങളൊന്നും കുട്ടികളെ ഏൽക്കുന്നില്ല. കാരണം എല്ലാം സോഷ്യൽ മീഡിയ അവിടെ ഇവിടെ എല്ലാം ക്യാമറ ഉള്ളതുകൊണ്ട് ഇപ്പൊ അടിയൊക്കെ വളരെ കുറവാണ്. വടിയെടുക്കുന്നതെന്നാണ് ഇപ്പൊ ഗവൺമെന്റ്. നേരത്തെ ഞങ്ങൾ പഠിക്കുന്ന സമയത്തൊക്കെ അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നുണ്ടെങ്കിൽ ഞങ്ങളൊക്കെ ഇപ്പൊ ഒരു നിലയിലായാലേ. ടീച്ചർ പറഞ്ഞ സത്യമാണ്. ഒരുപാട് പീഡനങ്ങൾ അനുഭവിച്ചിട്ടാണ് ഞങ്ങൾ ഇവിടെ എത്തിയത്. അപ്പം ഇപ്പോൾ ഇവരെയൊക്കെ കാണുമ്പോൾ തന്നെ ഭയങ്കര ബഹുമാനവും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഭയങ്കര അഭിമാനമാണ് കേട്ടോ. കാരണം എപ്പോഴെങ്കിലുമൊക്കെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമായി തീർന്നവരാണ് ഈ ടീച്ചേഴ്സ് എന്ന് പറയുന്നത്. ഇവരാണ് നമ്മുടെ ഏറ്റവും വലിയ ഗുരുക്കന്മാർ. മനസ്സിലായോ? അതൊക്കെ മനസ്സിലാകണമെന്നുണ്ടെങ്കിൽ എൻ്റെ ഈ പ്രായമൊക്കെ വരണം നിങ്ങളെ കേട്ടാ. നല്ലോണം പഠിച്ചോണം. ഞാൻ ഈയിടയ്ക്ക് കഴിഞ്ഞ ദിവസം ഒരു അംഗൻവാടി പോയിരുന്നു. റാന്നി പഞ്ചായത്തിൻ്റെ ഒരു അംഗൻവാടി പോയിരുന്നു. അതായത് 12 കുട്ടികൾ അടങ്ങുന്ന ഒരു അംഗൻവാടിയാണ്. അവിടെ അതിനുവേണ്ട സൗകര്യങ്ങളോ കാര്യങ്ങളോ ഇല്ല. 4-5 വർഷമായിട്ട് അംഗൻവാടി ഇങ്ങനെ പൊളിച്ചിട്ടിരിക്കുകയാണ്. ബിൽഡിംഗ് പണിതിട്ടുണ്ട്, പക്ഷേ ഗവൺമെൻറ് അതിൻ്റെ ഭാഗത്തൊന്നും യാതൊരുവിധ നടപടികളും എടുക്കുന്നില്ല. അപ്പം അങ്ങനെ അവരെന്നെ വിളിച്ചിട്ട് ഞാൻ അവിടെ ചെന്നിട്ടുണ്ടായിരുന്നു. അപ്പം എത്രയും പെട്ടെന്ന്, കാരണം കുട്ടികളുടെ ആ ഒരു പ്രശ്നമൊക്കെ കണ്ടു കഴിഞ്ഞപ്പം ഇപ്പം പുതിയ സാങ്കേതിക വിദ്യകളുള്ള അംഗൻവാടികളൊക്കെയാണ് 7-3. അപ്പം അങ്ങനെയുള്ള അവർ അംഗൻവാടിയിലേക്ക് വരാനുള്ള തീരുമാനം അവരെടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ കുട്ടികൾക്കൊക്കെ നല്ല ചാൻസാണ്, പഴയ പോലൊന്നും അല്ല, നല്ല ചാൻസാണ്. മൊബൈലിലൊക്കെ കളിച്ച് ഭാവി കളയാതെ പഠിക്കണം കേട്ടാ. പറഞ്ഞ നല്ല വാക്കുകൾക്ക് ഒന്നുകൂടെ നന്ദി പറയുന്നു. അപ്പോൾ വേറൊരു കാര്യമുണ്ട്. അന്ന് അടിച്ചും തല്ലിയും ഒക്കെ ചെയ്തുകൊണ്ടാണ് ഇവരിപ്പോഴും ഞങ്ങളെ ഓർക്കുന്നത്. അതുകൊണ്ട് പക്ഷേ ഈ കുഞ്ഞുങ്ങൾ 4ാം ക്ലാസ് വന്ന് കഴിഞ്ഞാൽ പിന്നെ ഇവർ ഓർക്കണമെന്നില്ല. അത് പുതിയ തലമുറയാണ്. ഇവർക്ക് അടിയോ തല്ലോ വഴക്കോ കൊള്ളുന്നില്ല. അതുകൊണ്ടാണ് ഇവർ ഇപ്പോഴും ഞങ്ങളെ അന്നത്തെ അടിയുടെ ആ സ്നേഹം, ഇപ്പോഴും അടിയും പിച്ചിലും ഒക്കെ ആ സ്നേഹം ഉണ്ടായിരുന്നു. അധ്യാപകർക്ക്
അധ്യാപകർ എന്തുകൊണ്ടാണ് തല്ലുന്നത്? അവർ കുഞ്ഞുങ്ങൾ നന്നാവാൻ വേണ്ടിയാണ് തല്ലുന്നത്. അല്ലാതെ അധ്യാപകർക്ക് അവരോടുള്ള വാശിയോ അല്ല അവരുടെ രക്ഷിതാക്കളോടുള്ള വാശി കൊണ്ടല്ല അവരെ വഴക്ക് പറയുന്നതോ തല്ലുന്നതോ. അപ്പോൾ അവർക്ക് ആ സ്നേഹം കൊണ്ടാണ് ഇപ്പോഴും ജോസി ഇവിടെ സ്കൂളിലെ ജോസിയെ പോലുള്ള ഒത്തിരി ആൾക്കാരുണ്ട്. ഡോക്ടർ മനു ഒക്കെ ഇവിടെ പഠിച്ചതാണ്. ഇപ്പോഴും നമ്മുടെ സ്കൂളിനെ സ്നേഹിക്കുന്നതൊക്കെ അവർക്ക് അന്നുകൊണ്ട് അടിയുടെയും തല്ലിൻ്റെയും മറ്റുള്ള അച്ചടക്കം അവർക്ക് അവരെല്ലാം ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഇപ്പോഴും അന്ന് പഠിപ്പിച്ച ടീച്ചർമാരെ സ്നേഹിക്കുകയും കരുതുകയും ചെയ്യുന്നത്. അപ്പോൾ ഒന്നുകൂടെ പൂർവ്വ വിദ്യാർത്ഥികൾക്ക് എല്ലാവിധ നന്മകളും അനുഗ്രഹങ്ങളും ദൈവം നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ജോസിയെ വന്നതിലുള്ള സന്തോഷം അറിയിക്കുന്നു.